ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് തേങ്ങാപ്പാലും കപ്പയും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഉപ്പും ഇട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കപ്പ നന്നായി വേവണം, എന്നാലേ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചാണ് ഞാൻ ഇത് വേവിച്ചെടുത്തത്. നമ്മുടെ വിസിലെല്ലാം പോയി ഞാനിത് തുറന്നു നോക്കിയതാണ്. നന്നായി കപ്പ വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം കപ്പ ഉണ്ടാകേണ്ടത്. വെള്ളമെല്ലാം ഊറ്റി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ നന്നായി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 പച്ചമുളക്, 5 വെളുത്തുള്ളി, 7 ചുമന്നുള്ളി എന്നിവയാണ്. ഇത് നന്നായി ഒന്ന് അമ്മിയിലിട്ട് ചതച്ചെടുക്കുകയോ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചൂടോടുകൂടിയുള്ള കപ്പയിലേക്ക് ഈ ഒരു മിക്സിംഗ് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധം ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കപ്പ ആയി കിട്ടും. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 1-ാം പാലും 2-ാം പാലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ 2-ാം പാൽ ചേർത്ത് നന്നായി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് ആദ്യത്തെ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ റെഡിയാകും. തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഉപ്പുണ്ടോ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഏകദേശം നമ്മുടെ കപ്പ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് തന്നെ കപ്പ കിട്ടും. ശരിക്കും ആ തേങ്ങാപ്പാലിൽ കിടന്ന ഈ ഒരു കപ്പ വേവുന്ന സമയത്ത് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. കഴിക്കാനാണെങ്കിലോ അതിലേറെ രസവും. കഴിഞ്ഞിട്ടില്ല. ഇനി ലാസ്റ്റായി നമുക്ക് ഇതൊന്ന് വറവ് കൂടി ചെയ്താൽ നമ്മുടെ പാൽക്കപ്പ റെഡിയാകും. അപ്പോൾ നമുക്ക് വറവ് ചെയ്യാനായി ഒരു 7 ചുവന്നുള്ളി, 4 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില എന്നിവ എടുക്കുക. ചുവന്നുള്ളി ചെറുതായി മുറിച്ചെടുക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് അതിലേക്ക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം ചുവന്ന മുളക് കൂടി ഇട്ട് അതിന്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി കൂടി അതിലേക്ക് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് നമ്മൾ മാറ്റിവെച്ച പാൽക്കപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കോംബോ ആയി നല്ല ബീഫ് വരട്ടിയതും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു മക്കളെ. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.